അത് പറഞ്ഞതിലും ഒരു ടെക്നിക്കൽ മിസ്റ്റേക്ക് ഉണ്ട്. ടിക്കറ്റ് അവിടെ ഇല്ല. ഈ 1000 രൂപ കൊടുക്കുന്ന നെയ്വിളക്ക് എന്നൊരു സാധനം നമുക്ക് അവിടെ മേടിക്കാം. നമ്മളെല്ലാവരും ഭയങ്കര കേരളം എല്ലാം കൊണ്ട് ഒന്നാം സ്ഥാനത്താണ്. അപ്പൊ നല്ല നല്ല വാക്കുകൾ, ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ നമ്മൾ കോയിൻ ചെയ്തിട്ടുണ്ടല്ലോ. ശ്രീലങ്കയിൽ നിന്ന് എന്റെ കുറച്ച് ഫ്രണ്ട്സ് വന്നിട്ട് പറഞ്ഞു, അതെ പത്മജി, നിങ്ങൾ എന്താ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത് കേരളത്തിനെ കുറിച്ച്? നമ്മൾ ഇവിടെ നല്ല പ്രകൃതി രമണീയത, നല്ല ബാക്ക് വാട്ടേഴ്സ്, മലകള്, കുന്നുകള്. കം ഓൺ, നിങ്ങളുടെ റോഡുകളിൽ കൂടെ മനുഷ്യർക്ക് പോകാൻ പറ്റുമോ? ശ്രീലങ്ക എന്ത് മനോഹരമായ സ്ഥലം. ഞങ്ങൾ അങ്ങനെ പറയുന്നല്ലോ. ദാറ്റ്സ് നോട്ട് അവർ ഫോൾട്ട്. ഞങ്ങളുടെ ടൂറിസത്തിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഏജൻസി, അഡ്വർടൈസിങ് ഏജൻസി ഇത്രയും നല്ലൊരു വാക്ക് കണ്ടുപിടിച്ചു. അതിന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്ത ഞങ്ങളുടെ കുഴപ്പമല്ല, അല്ലേ? അപ്പൊ അതുപോലെ തന്നെ നമ്മളുടെ ദേവസ്വം ബോർഡ് കണ്ടുപിടിച്ച ഒരു ഉപാധിയാണ് നെയ്വിളക്ക്. ഒരു നെയ്വിളക്ക് എടുത്ത് നമ്മൾ നടയിൽ സമർപ്പിക്കാൻ 1000 രൂപയാണ് നെയ്വിളക്കിന്റെ വില. അല്ലാണ്ട് ടിക്കറ്റ് അല്ല, സ്പെഷ്യൽ ക്യൂ അല്ല, ഒന്നുമല്ല. പക്ഷേ 1000 രൂപ കൊടുത്ത് നെയ്വിളക്കിന് ടിക്കറ്റ് ഇതെടുക്കുന്ന ആൾക്കാർക്ക് പ്രത്യേക ക്യൂ, പെട്ടെന്ന് തന്നെ നമുക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു ക്യൂ ഉണ്ട്. ആദ്യമൊക്കെ ഞാൻ പോകുമ്പോൾ നെയ്വിളക്ക് നമ്മളുടെ കയ്യിൽ പിടിച്ച് നമ്മളവിടെ കൊണ്ട് സമർപ്പിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം ഞാൻ അവിടെ പോയപ്പോൾ നെയ്വിളക്കിന് വെറും ഒരു ടിക്കറ്റ് മാത്രമേ തരുന്നുള്ളൂ. ചുമ്മാ മുഖ്യമന്ത്രി പറഞ്ഞ ടിക്കറ്റ് എടുത്താണ് ഞാൻ തൊഴുതെന്ന് ഒരു ചെറിയൊരു കൂപ്പൺ പോലെ ഒരു സാധനം തരും. അപ്പൊ ഞാൻ ചോദിച്ചു, വിളക്ക് നടയിൽ കിട്ടാതൊന്നുമില്ല. തിരിച്ചു വരുമ്പോ എന്താണ് അവിടുത്തെ വടക്കേ നടയില് പ്രസാദം കൊടുക്കുന്ന സ്ഥലത്ത് കാണിച്ചാല് നിങ്ങൾക്ക് അതിന്റെ പ്രസാദം കിട്ടും. അപ്പൊ നെയ്വിളക്കിന് പ്രസാദമായിട്ട് അവര് ചെറിയ അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ തരുന്നുണ്ട്. ഇതാണ് ഈ 1000 രൂപയുടെ ടിക്കറ്റ് എന്നും പറഞ്ഞാക്കുന്നത്. ഇപ്പൊ ഞാനൊന്ന് ആലോചിച്ച് നോക്കി, ഒരു 300-400 പേര് 4 ടിക്കറ്റ് എടുക്കുകയാണെങ്കിൽ 5ാമത്തെ ആള് ഫ്രീ ആണേ. 4 നെയ്വിളക്കിന് പാസ് എടുക്കുകയാണെങ്കിൽ 5ാമൻ ഫ്രീ. അങ്ങനെ അപ്പോൾ ഒരു ദിവസം 300 പേര് വരുന്നുണ്ടെങ്കിൽ 3 ലക്ഷം രൂപ ആയില്ലേ? 1000 രൂപ വെച്ച് എക്സ്ട്രാ വരുമാനം. ഒരു മാസം എത്ര രൂപയായി? ഒരു വർഷം എത്ര രൂപയായി? അപ്പൊ സതീശൻ ചെയ്തത് അതിൽ കൂടെ കയറി കണ്ടു. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കും അദ്ദേഹം ആ ടിക്കറ്റ് എന്ന് പറഞ്ഞ ശരിയില്ല, നെയ്വിളക്കിന്റെ പാസ് എടുത്തു, അത് എടുത്താക്കി.